ഇങ്ങനെ പറയാൻ സാധിച്ചു. എത്ര ദിവസം ജീവനോടെ ഉണ്ടാകുമെന്ന് എനിക്ക് പോലും അറിയില്ല. ദൈവത്തിനെ കാത്തു രക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് അപേക്ഷയുണ്ട്. എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി. ഞാൻ അടുപ്പിനി 8-ാം തീയതിയാണ് ആശുപത്രി പോകുന്നത്. അന്ന് മാത്രമേ അവർ പറയൂ എത്ര നാളിനെ പോയി വന്ന് മുന്നോട്ട്. അതിനുവേണ്ടി കാത്തിരിക്കണം. ദൈവം എന്നെ രക്ഷിക്കുമെന്ന് വിശ്വാസത്തിൽ മുന്നോട്ട്. അടിയനും തുണയെ തന്നതിനൊരു സാക്ഷിയെ നിലനിർത്താൻ സഹായിച്ച ദൈവത്തിനോട് നന്ദി പറയുന്നു. മാർച്ച് മാസം 3-ാം തീയതിയാണ് അപകടം ഉണ്ടായത്. അടിയങ്ങളൊന്നും അറിഞ്ഞില്ല. എങ്കിലും ഓരോരുത്തരായി കൂട്ടം കൂടി എന്ന് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായി പറയുന്നത് എൻ്റെ ചെവിയിൽ കേട്ടു, ഇതുപോലെ അപകടം ഉണ്ടായിരുന്നു. ചിലർ മരണപ്പെട്ടെന്ന് പറയാനാണ് എൻ്റെ ചെവിയിൽ കേട്ടത്. മണിക്കൂറോളം അവിടെ കിടന്നിട്ടും ആരും ഉണ്ടായില്ല. എങ്കിലും എൻ്റെ ദൈവം കൈവിടാതെ അവിടെ കാണിച്ച് ദൈവമാരെ ഇറക്കി ഓരോരുത്തരായി വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിടയായി. കാരക്കുളത്ത് കൊണ്ടുപോയി. വളരെയധികം സീരിയസ് ആയിരുന്നു. അനക്കം പോലും ഇല്ലായിരുന്നു. മരിച്ചതുപോലെ കിടന്നു. അവിടെ കൊണ്ടുപോയി. അവിടെ എടുത്തില്ല. എങ്കിലും എന്നോട് പറഞ്ഞത് സ്കാനിങ് എടുക്കാൻ മെഡിക്കലിൽ കൊണ്ടുപോകണമെന്നാണ് അവരൊക്കെ പറഞ്ഞത്. ഒട്ടും വയ്യാതെ അനക്കമില്ലാത്തത് കൊണ്ടാണ് അവർ അങ്ങോട്ട് വിട്ടത്. എൻ്റെ ദൈവം അവിടെ ഒന്നും കൈവിട്ടില്ല. അവിടെ കൊണ്ടുപോയത് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഒരു ഗ്യാരണ്ടിയും പറഞ്ഞില്ല. പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. എൻ്റെ ദൈവം അവിടെയൊക്കെ വിടുവിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞ് 2 ദിവസമായപ്പോൾ ബോധം വന്നു. അത് കഴിഞ്ഞ് വെന്റിലേറ്ററിലായിരുന്നത് ഞാൻ അറിഞ്ഞില്ല. അതിൽ നിന്നെല്ലാം ഞാൻ വിടുവിച്ചു. ഡോക്ടർ പറയാനിടയായത് ഇതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞ് പല ആൾക്കാരും മരിക്കാനാണ് ഇടയായത്. അതിൽ നിന്നെല്ലാം ലക്ഷ്യം വേണമെന്നാണ് ഡോക്ടറെ പറയാനിടയായത്. അത്ഭുതം പ്രവർത്തിച്ചെന്നാണ് ഡോക്ടർ വരെ പറഞ്ഞത്. ഇതുവരെ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ആരും ജീവിച്ചിരുന്നില്ല ഡോക്ടർ എന്നോട് പറയാനിടയായി. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് പല നാളുകൾക്ക് ശേഷം വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് വീണ്ടും കാണിക്കാൻ പോയ ദിവസം ഭയങ്കര വയറുവേദനയും തലവേദനയായിരുന്നു. കാണിച്ചപ്പോൾ ഡോക്ടർ വീണ്ടും അഡ്മിറ്റാക്കി. വീണ്ടും 2ാമത്തെ ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പേ എന്നെ ഡോക്ടർ വന്ന് പറഞ്ഞു ഇതിലും പ്രാർത്ഥിക്കണം, വെന്റിലേറ്റർ ആക്കണമെന്ന് പറഞ്ഞു. ശ്വാസം മുട്ട് വരാനിടയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിച്ച് 100% ദൈവത്തിൽ വിശ്വസിച്ച് മനസ്സിൽ പറഞ്ഞു ശ്വാസം മുട്ട് യാതൊരു ബുദ്ധിമുട്ടും വരില്ല എന്ന് മനസ്സിൽ ഉറച്ച് ഞാൻ വിശ്വസിച്ചു. ദൈവം അതിലൊരു യാതൊരു ബുദ്ധിമുട്ടും വരുത്താതെ തന്നെ 2ാമത്തെ ഓപ്പറേഷനും ദൈവം വിടുവിച്ചു. ഇന്നൊരു സാക്ഷിയാണ് നിലനിർത്താൻ സഹായിച്ചു. അതുപോലെ തന്നെ ഈ അപകടം അറിഞ്ഞ സമയത്ത് ഞാൻ മനസ്സിൽ ഉറച്ച് ദൈവത്തെ വിളിച്ച് ഞാൻ പറഞ്ഞത് തുണയെ തന്നെ ഞാൻ ദൈവാലയത്തിൽ കൊണ്ടുവന്നൊരു സാക്ഷിയെ നിലനിർത്തുമെന്ന് ഞാൻ ഉടൻ തന്നെ ദൈവത്തെ കരഞ്ഞു വിളിച്ചു. എൻ്റെ ദൈവം അടിയങ്ങളെ പ്രാർത്ഥന കേട്ടുകൊണ്ട് നിരാശപ്പെടുത്താതെ എൻ്റെ ദൈവം പ്രാർത്ഥന കേട്ടു. ഇന്നൊരു സാക്ഷിയെ നിലനിർത്താൻ സഹായിച്ച ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ഇനിയും ഞാൻ എൻ്റെ കുടുംബമായി തന്നെ ദൈവത്തെ ആരാധനയിൽ വന്ന് പ്രാർത്ഥിക്കുവാനും നിലനിൽക്കുവാനും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ദാനമായി തന്ന 2 പൈതങ്ങളോട് പ്രാർത്ഥിക്കണം. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ എൻ്റെ ദേവദാസൻ ഞാൻ ഈ അപകടം നടന്നപ്പോൾ ഉടനെ തന്നെ ഞാൻ ദേവദാസനെ വിളിച്ചു കരഞ്ഞു. ഉടൻ തന്നെ അവിടെ പോവുകയും പ്രാർത്ഥിക്കുകയും അത്ഭുതം ദൈവം വിടുവിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അപകടത്തിന് മുമ്പേ എൻ്റെ ദേവദാസൻ പല സമയങ്ങളിലും പല ദിവസങ്ങളിലും ദൈവം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും നമ്മൾ വലിയൊന്നും പ്രതീക്ഷയില്ല. അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് അതിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ചു. ഇതുപോലെ തന്നെ പാസ്റ്ററിന്റെ വിചാരിച്ചതുപോലെ തന്നെ നിങ്ങൾ ദേവാലയത്തിൽ ദൈവം കടന്നു വരാൻ ദൈവം സഹായിച്ചു. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതുപോലെയല്ല നിങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷെ ദൈവം വിചാരിച്ചതുപോലെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇനിയും അതുപോലെ തന്നെ ദൈവ പ്രദേശത്ത് ജീവിക്കണമെന്നാണ് നമുക്ക് ആഗ്രഹം. അതിൽ നിന്ന് എല്ലാം അർത്ഥം വരാതെ നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടിട്ട് സാക്ഷിക്കണം. കാത്ത ദൈവം തൻ്റെ മകന് കൊടുത്ത ആയുഷ്യനായി ഞാൻ കർത്താവിന് കോടിയായി നന്ദി പറയുകയാണ്. എന്നെ ഈ കാതിൽ കേട്ടത് മരിച്ചെന്നാണ്. പ്രൈസ് ലോർഡ്. അമ്മേ, ഞാൻ മരിച്ചെന്ന് ഞാൻ സുവിശേഷത്തിൽ വന്നതിന് ശേഷം ധാരാളം ദൈവമക്കളെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ മരിച്ചവനെ കണ്ട് പ്രാർത്ഥിച്ച് തിരിച്ചു വന്നിട്ടില്ല. ഞാൻ ജീവനുള്ള കണ്ടവനെ വന്നിട്ടുള്ളൂ. ഒരു വ്യക്തി മരിച്ച് ഞാൻ തിരിച്ചു വന്നിട്ടില്ല. എൻ്റെ യേശു ഹല്ലേലൂയ എന്നെ അപ്പടി സ്നേഹിച്ചതിനെ ഓർത്ത് ഞാൻ തമ്പുരാനെ